സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ, അമ്മിഞ്ഞപ്പാൽ മാത്രമല്ല അതിനേക്കാൾ വലിയ ജീവിതത്തിൽ അനുഭൂതികൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ നാൾ മുതൽ ഓട്ടക്കാലനുമായി ഒരുപാട് വട്ടം ഓടിയിട്ടുണ്ടാവും നമ്മൾ ആ മണിനാഥത്തിന്റെ പിന്നിലായി. സ്കൂളിന്റെ ചുമരിലും വീടിന്റെ കതകിന്റെ മറകിലും ഒളിച്ചിരുന്ന് ഓടിച്ചാടിച്ചെന്ന ഐസ്ക്രീം മാമന്റെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു നുളയുന്ന സുഖം സമ്പൽ സമൃദ്ധമായ ഒരു സദ്യ കഴിച്ചാലും കിട്ടൂല. അന്ന് മുതൽ നുകരുന്ന ഐസ്ക്രീമിന്റെ കളർ എവിടെന്ന്, അന്ന് കഴിച്ച ഐസ്ക്രീമിന്റെ മധുരം ഷുഗർ എന്ന് ആർക്കറിയാം? ഐസ്ക്രീം കുടിക്കാത്തവർ ആരുണ്ട്? ഐസ്ക്രീം കുടിക്കാത്തവരുടെ കഥ പോലും വിശ്വസിക്കരുത്. അവൻ പറയുന്ന നുണ പോലും കളവായിരിക്കും. സുഹൃത്തുക്കളെ, ഐസ്ക്രീം രുചികളുടെ കെങ്കേമൻ ബട്ടർ സ്കോച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്രനാളും ഏത് മരത്തിന്റെ കൈനാണ് ബട്ടർ സ്കോച്ച് വന്നതെന്നാണ് നിങ്ങളുടെ വിചാരം? റീസൈക്കിൾ ചെയ്ത കാർബോർഡ് പെട്ടിയിൽ കുഴഞ്ഞു വീണ ഐസ്ക്രീം, അതിന് മുകളിൽ അണ്ടിയും പരിപ്പും വേർതിരിച്ച ഉണക്കപ്പഴങ്ങൾ കൈകൊണ്ട് വിതറുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് തീർന്ന് അവൻ കോഴി തീറ്റ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. പകരം നൈട്രോക്സ് നാറുകളെ നീയൊക്കെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാ അതാ ക്രിപ്റ്റനൈറ്റ് അവിടെ ഉണ്ടാക്കണ? ഇതൊരു ചീപ്പ് കോപ്പിയാണെന്ന് വെച്ച് സമാധാനിക്കുക. ഇവിടെ അമിതാഭ് ബച്ചന് വരെ ഉണ്ട് അപരൻ. അതിനെ സമയയുടെ പാട്ട് ഇത് കഴിക്കുന്നവന്റെ ആമാശയം ഒരുപോലെയാണ് ശബ്ദിക്കണം. ബട്ടർ സ്കോച്ച് ബെറ്റർ ഡെത്ത്.